വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ ശാലിനിയാണെങ്കിൽ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ ആ ഒരു വണ്ടിയിലിരിക്കുന്ന സമയത്ത് അനുപല്ലവിയാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മാഡം ഞാനൊരു വീഡിയോ അങ്ങോട്ടത്തേക്ക് അയച്ചിട്ടുണ്ട് നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം കാറിലിരുന്നുകൊണ്ട് ശാലിനിയാണെങ്കിൽ ആ ഒരു വാട്സപ്പിൽ ആ വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ നേരത്തെ മഹേന്ദ്രനാണെങ്കിൽ ആ ശിവനെ കാണിച്ച അതേ ഒരു വീഡിയോ തന്നെയാണ് ആ ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്ന ആ ഒരു പിന്നെ വീഡിയോ. വെറുതെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് ഭർത്താവിനെ തേടിയുള്ള കളക്ടറുടെ പാതിരാത്രി സഞ്ചാരം എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ വെച്ച് ആ ഒരു യൂട്യൂബർ ഇരുന്ന് പറയുന്നതും ഈ വീഡിയോയും ഒക്കെ ആകുമ്പോൾ ശാലിനിക്ക് അങ്ങോട്ട് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് ആ ഒരു യൂട്യൂബറിൻ്റെ സ്ഥലം എവിടെയാണ്, ഓഫീസോ വീടോ എവിടെയാണ് എന്നുള്ളത് ശാലിനി അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം പോലീസും ഒക്കെ ആയിട്ട് ശാലിനി അവിടേക്ക് ചെല്ലുകയാണ്. അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു റൂമാണ് കാണിക്കുന്നത്. അവിടെ അയാളാണെങ്കിൽ വീണ്ടും വേറെ ഏതോ ഒരു വാർത്തയുടെ പണിപ്പുരയിലാണ്. ഇങ്ങനെ വോയിസൊക്കെ കൊടുത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശാലിനിയാണെങ്കിൽ കതവൊക്കെ തള്ളി തുറന്ന് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അതിനുശേഷം അയാളെ ഇങ്ങോട്ട് പിടിക്കുകയാണ്. എന്നിട്ട് കണ്ട ഉടനെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, താനൊക്കെ റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടിക്കുന്ന ഈ കോപ്രായങ്ങളുണ്ടല്ലോ, അപ്പോൾ ഓരോ വ്യക്തിയും ഇങ്ങനെ പ്രതികരിച്ചാലേ വ്യക്തിഹത്യ ചെയ്യുന്നത് നിർത്തുകയുള്ളൂ, ഈ നാട് നന്നാവത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അയാൾക്ക് പിന്നെ പോലീസൊക്കെ ആകുമ്പോൾ അയാൾ ആകെ പേടിക്കുന്നുണ്ട്. തുടർന്ന് പോലീസ് അയാളെ തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയാണ്. ശാലിനിയാണെങ്കിൽ അടിയൊക്കെ കൊടുത്തിട്ട് ഒരു സ്ലോ മോഷൻ എന്ന പോലെ ആദ്യമത്തെ സീനിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പിന്നെ രാമേട്ടനും ഇയാളെ പിടിച്ചുകൊണ്ട് പോലീസുകാരും ഒക്കെ ആയിട്ട് നടന്നു നീങ്ങുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ശാലിനി പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം സോൾവ് ആവുന്നുണ്ട്. അപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യുമ്പോഴും മനസ്സിലാകും ജോണാണ് ഈ ഒരു ന്യൂസ് കൊടുത്തതെന്നുള്ളത്. അപ്പോൾ ഇനി പിന്നീടുള്ള പണി ജോണിനും കിട്ടുമായിരിക്കും. എത്ര കിട്ടിയാലും മതിയാകാത്തൊരു ഐഡിയയുമായിട്ട് ജോണ് വരികയാണ്. ഈ ഒരു സീനാണ് ഈ ഒരു പ്രൊമോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ സീൻ കൊണ്ട് ആ ഒരു പ്രശ്നം അവിടെ ശാലിനി പരിഹരിക്കുകയാണ്. പക്ഷേ ഡെയ്സിയുടെ പരാതി തീരുമോ ഇല്ലയോ എന്നറിയില്ല. ശിവനെക്കുറിച്ചുള്ള ആ ഒരു സംശയമൊക്കെ പിന്നീട് എന്താകും എന്നുള്ളതാണ്. ശിവൻ്റെ കല്യാണം നടക്കുമോ ഇല്ലയോ എന്നുള്ളതും. പിന്നെ അതിനുശേഷമാണ് ശാരദാമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുന്നത്. കമലിനും പിള്ളയും സത്യഭാമയും ഒക്കെ. അപ്പോൾ എല്ലാവരും എന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ പൈസ പിരിക്കാൻ പോയെടുത്തുന്ന ആ ഒരു തല്ല് കിട്ടിയതിൻ്റെ ആകാം. അത് ഒരുപക്ഷെ ഇനി വീഡിയോ കണ്ടത് കൊണ്ടാണോ എന്നുള്ളതും കാണിക്കുന്നില്ല. ഇത്രയുമാണ് ഈ ഒരു പ്രൊമോയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.